പത്തനംതിട്ടയിൽ കോയമ്പത്തൂരിലേക്കുള്ള റോബിൻ ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചു. കോൺട്രാക്ട് കാരേജ് മാതൃകയിലാണ് സർവീസ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവയ്ക്കും. ശശിനാരായണൻ, ഈ റോബിൻ ബസും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പ് തമ്മിലുള്ളൊരു മത്സരം നമ്മൾ ഇതിനു മുൻപ് പല ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു വാർത്തകളിലേക്ക് തന്നെ കടക്കുന്നു. കോയമ്പത്തൂരിലേക്കുള്ള റോബിൻ ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് അവിടെയും പരിശോധന നടത്തിയിട്ടുണ്ട് എന്നറിയുന്നു. എന്താണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് റോബിൻ ബസ് വീണ്ടും നിയമപരമായുള്ള സർവീസ് ആരംഭിച്ചത്. കോടതി ഉത്തരവിനെ തുടർന്നാണ് ബസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. അത് നേരത്തെ ബസ് നിയമലംഘനം പെർമിറ്റ് ലംഘനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 23-നാണ് ബസ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. തുടർന്ന് ഒരു മാസത്തോളം ബസ് പത്തനംതിട്ട എസ് ഓഫീസിലെ എയർ ക്യാമ്പിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. തുടർന്ന് കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരവിനെ തുടർന്നാണ് 80,000 രൂപ പിഴ അടയ്ക്കുകയും ചെയ്തതിന്റെ തുടർന്നാണ് ബസ് വീണ്ടും ഇന്ന് പുനരാരംഭിച്ചത്. അത് കോൺട്രാക്ട് കാരേജ് വ്യവസ്ഥയിലാണ് വണ്ടി ഇന്ന് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാർ മാത്രമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. എന്തായാലും പക്ഷേ ബസ് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് വിട്ടതിനു ശേഷം മൈലപ്രയ്ക്കും മണ്ണാർക്കുളത്തിനും ഇടവെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നും ബസ് പരിശോധിച്ചു. പരിശോധനയിലൊന്നും കണ്ടെത്താനെത്തിയില്ല. കാരണം പെർമിറ്റ് ലംഘനം ഒന്നും നടത്തിയിട്ടില്ല. കാരണം നിലവിൽ യാത്രക്കാരുടെ എല്ലാ വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാർ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ബസ് വിട്ടയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി ഈ റോബിൻ ബസുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമ പോരാട്ടം മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ റോബിൻ ബസിന്റെ ഓണർമാരും തമ്മിലുള്ള ഒരു പരസ്പരമായുള്ള ഒരു നിയമ പോരാട്ടം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ബസ് വീണ്ടും ഇന്ന് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. നിയമലംഘനം, അതായത് കോൺട്രാക്ട് കാരേജ് അല്ലാതെ സ്റ്റേജ് കാരേജ് പെർമിറ്റ് ബസ് നടത്തിയാൽ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു വ്യവസ്ഥയെ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. അത്തരത്തിൽ ഒരു നിയമലംഘനം നടത്തിയാൽ വീണ്ടും ബസ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരു നിയമലംഘനം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾ മാത്രമാണ് രാവിലെ ഉണ്ടായിരുന്നത്. അവരുടെ എല്ലാ വിവരങ്ങൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ മൈലപ്രയ്ക്ക് സമീപം വെച്ച് ബസ് തടഞ്ഞ് പരിശോധിച്ചതിന് ശേഷം ശേഖരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ബസ് വിട്ടയക്കുകയാണ് ഉണ്ടായത്. 80,000 രൂപ അടച്ചതിന് ശേഷം ഒരു മാസത്തിന് ശേഷം ബസ് വീണ്ടും എയർ ക്യാമ്പിൽ നിന്നും പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും ഇറക്കിയതിനു ശേഷം ഇന്ന് വീണ്ടും സർവീസ് പുനരാരംഭിച്ചിട്ടുള്ളത്. നന്ദി. ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.